എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സെക്സ്, ലൈംഗികാരോഗ്യം എന്നിവയിൽ സ്ത്രീകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 7 കാര്യങ്ങളുണ്ട്. അവയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. സ്ത്രീകൾ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിലും ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കാൻ ലജ്ജിക്കുന്നതിനാൽ അവർ അതിനെക്കുറിച്ച് ഒരിക്കലും തുറന്നു പറയാറില്ല. ഈ പ്രശ്നങ്ങൾ പങ്കുവെക്കാൻ ലജ്ജ തോന്നുന്നു. രോഗലക്ഷണങ്ങളില്ലാത്തതും ദുർഗന്ധമില്ലാത്തതുമായ ഒന്നാണ് ആരോഗ്യമുള്ള യോനി. ലൈംഗികാവസ്ഥയിലാണെങ്കിലും അവരുടെ യോനി നല്ല നിലയിലാണെന്ന് ഉറപ്പാക്കാൻ സ്ത്രീകൾ പതിവായി വൈദ്യപരിശോധനയ്ക്ക് പോകണം. ഓരോ സ്ത്രീയും സ്വയം പരിരക്ഷിക്കുന്നതിന് പിന്തുടരേണ്ട ചില ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാണ് നിങ്ങളുടെ യോനി കഴുകുക എന്നത്. നിങ്ങളുടെ യോനി സാധാരണ വെള്ളത്തിൽ കഴുകാൻ ഓർമ്മിക്കുക. ഉണങ്ങാനും വായുസഞ്ചാരത്തിനും സമയം നൽകുക. ഒരിക്കലും സോപ്പ് ഉപയോഗിച്ച് ഉരച്ച് കഴുകരുത്. മൈൽഡ് സോപ്പ് ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കുക. അതുപോലെ ഈർപ്പരഹിതമായ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുക. അധികം ടൈറ്റ് ഇല്ലാത്ത വസ്ത്രങ്ങളും ധരിക്കുക. ഒരിക്കലും സിന്തറ്റിക് അടിവസ്ത്രങ്ങൾ ധരിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എപ്പോഴും കോട്ടൺ അടിവസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക. കാരണം ഇത് ആ പ്രദേശം വരണ്ടതാക്കുകയും നല്ല വായുസഞ്ചാരം നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അണുബാധയുടെ പ്രശ്നവും കുറവായിരിക്കും. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു ടൂറിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിക്കുമ്പോഴോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തം ടവൽ ഉപയോഗിക്കുക. ഒരിക്കലും മറ്റുള്ളവരുടെ ടവലോ തോർത്തോ ഉപയോഗിക്കാതിരിക്കുക. എളുപ്പത്തിൽ പകരുന്ന ത്രഷ് അല്ലെങ്കിൽ ബാക്ടീരിയ ഇതിലുണ്ടാകും. അത് നിങ്ങൾക്ക് പെട്ടെന്ന് പടരാൻ സാധ്യതയുണ്ട്. അടുത്തതായി സെക്സ് കളിപ്പാട്ടങ്ങൾ അത് വൃത്തിയാക്കുക. നിങ്ങൾ അവ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ ലൈംഗിക കളിപ്പാട്ടങ്ങൾ അതുപോലെ മടക്കി വെക്കരുത്. അതെപ്പോഴും വൃത്തിയാക്കുക. അതുപോലെ സ്വയംഭോഗം ചെയ്യുമ്പോൾ കൈകൾ നന്നായി വാഷ് ചെയ്യുക. ചെറു ചൂടുള്ള വെള്ളവും സോപ്പും ഉപയോഗിച്ച് അണുക്കളെ കഴുകി കളയുന്നത് നല്ലതാണ്. അടുത്തതായി ഓറൽ സെക്സിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. ഇത് പെൽവിക് അണുബാധ, അതുപോലെ വിട്ടുമാറാത്ത പെൽവിക് വേദന, കഠിനമായ സിസ്റ്റുകൾ, പെൽവിക് അഡിക്ഷൻ എന്നിവ കാരണമാകുന്നതാണ് മലദ്വാരത്തിലൂടെയുള്ള ഓറൽ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി ഇറുകിയ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നവർ. നിങ്ങൾ ലൈംഗികതയിൽ സജീവമാണ് എങ്കിലും ഒരാൾ ഇടയ്ക്കിടെ മെഡിക്കൽ പരിശോധനയ്ക്ക് പോകണം. നിങ്ങളുടെ യോനിയെക്കുറിച്ച് അറിയാൻ ഗൈനക്കോളജിസ്റ്റിനെ സന്ദർശിക്കുന്നതും ഏറെ നല്ലൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.